So good evening, everyone. Once again, welcome back to our class. Today, we are handling the topic safety practices. Okay, safety practices and personal hygiene. ഇതാണ് നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്ന ടോപ്പിക്. In last class, we discussed about first aid. I think you all got the idea what is meant by first aid, CPR, then other giving mouth-to-mouth artificial respiration, different type of artificial respiration. These all points we discussed in our last class. And we discussed about what are the first aid treatments to be given while occurring a wound. ഒരു പെട്ടെന്നൊരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ നമ്മൾ we discussed about two types of wounds, internal bleeding and wounds that have external bleeding. Internal ആയിട്ടും external ആയിട്ടും bleeding ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. So now we are going to discuss about another type of accident which is known as shock. Shock എന്താണെന്നാണ് നമ്മൾ ഇനി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Reassure the patient if the patient is conscious. Place the patient comfortably on his back, except in the case of injury to the head, chest or abdomen. Lower the head slightly and turn to one side. In the case of vomiting, place in 3/4 backup position. ഇത് നമ്മൾ ഓൾറെഡി ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് ഷോക്കിന്റെ ഇതിൽ ചെയ്യേണ്ടത്. ആദ്യം തന്നെ പേഷ്യന്റ് കോൺഷ്യസ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം കംഫർട്ടബിളി ഓൺ ഹിസ് ബാക്ക്, നേരെ ബാക്ക് സൈഡിലേക്ക് അല്ലെങ്കിൽ അതായത് മലത്തി കിടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ കിടക്കുന്ന രീതിയിൽ ഒന്ന് കംഫർട്ടബിൾ പൊസിഷൻ ആക്കിയിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കിടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദെൻ പറഞ്ഞത് ഇനി അത് ഏതൊക്കെ കേസിലാണ് നമുക്ക് അങ്ങനെ മലത്തി കിടത്താനായിട്ട് അല്ലെങ്കിൽ നിവർന്ന് കിടക്കാൻ പാടില്ലാത്തതെന്നാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഹെഡിന് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ ചെസ്റ്റ്, അബ്ഡോമിൻ ആ ഭാഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ നിവർത്തി കിടത്തരുത്. Then lower the head slightly and turn to one side. തല പതുക്കെ ഒന്ന് താഴ്ത്തിയതിനു ശേഷം എന്ത് ചെയ്യാം, ഒരു സൈഡിലേക്ക് തിരിച്ചു കിടത്തുക. ഒരു സൈഡ് നമ്മൾ സൈഡ് തിരിഞ്ഞു കിടക്കുക എന്ന് പറയില്ല, അങ്ങനെ കിടത്തുക. ഇനി വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ അവരെ 3/4 ബാക്കപ്പ് പൊസിഷൻ എന്ന് പറയാം. നമ്മൾ എങ്ങനെയാന്നുള്ളത് ഫിഗറിൽ കാണും. ആ ഒരു പൊസിഷനിലാണ് ഇരുത്തേണ്ടത്. If the victim got shock in such cases, we want to make sure that first point we want to make sure that the patient is conscious. Then place him comfortably on his back. If he got an injury in his head, chest or abdomen, it is not possible to place him on his back. And if slightly turn his head and turn him to one side. For just lying down, turn him to one side. In case of vomiting, place the victim in 3/4 backup position. Then next point, wrap in light bed sheet or a thin rug. അവരെ നന്നായിട്ട് ഒരു ലൈറ്റ് കോട്ടൺ ബെഡ് ഷീറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് റാപ്പ് ചെയ്യാം. Just round them or wrap them using a light bed sheet. Then never use hot water bottles or very warm rugs. അങ്ങനെ ചൂടായിട്ടുള്ള സാധനങ്ങൾ ചിലവർ ആ സമയത്ത് വേഗം ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യും. പക്ഷെ അതൊന്നും ചെയ്യരുത്. അതേപോലെ do not rub any part of the body with anything. Sometimes we used to rub the palm of our legs and hands for making them hot, but do not rub any body part with anything to make them hot. Or do not use any hot water bottles or very warm rugs for making them conscious. Do not administer anything by mouth, especially in case of injuries to the chest or abdomen, as an operation may be required soon. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതേപോലെ വായില് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം അത് ചെസ്റ്റിനോ അബ്ഡോമിനോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഓപ്പറേഷൻ ആണ് നമുക്ക് പെട്ടെന്ന് വേണ്ടി വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, അവരുടെ മൗത്തിലേക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഡു നോട്ട് അഡ്മിനിസ്റ്റർ എനിത്തിങ് ടു ദെയർ മൗത്ത്, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് injuries to the chest or abdomen. If the patient is conscious and there is no injury to the chest or abdomen, give a little water, hot coffee or tea. If there is no problem, just he got shock and later he became conscious, then give him what we need to give him little bit of water, hot coffee or tea. Then transport the patient quickly to the hospital. Then next one is taking them to the hospital.
Next, we are going to discuss about convulsion. Convulsion means virayal. Convulsion means shivering. It is another type of a treatment which we can give first aid. First point is try to keep the patient under control. Do not use force to stop the convulsions. Remove any objects in the vicinity that may cause injury to the convulsing patient. ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവരെ നമ്മളൊരു കൺട്രോളിലേക്ക് ആ വിറക്കലൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന പോലെ അവരെ ഒന്ന് ശ്രദ്ധിച്ച് ചേർത്ത് പിടിക്കുക. ദെൻ അവരിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ ആ വിറയൽ നിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ബലം പ്രയോഗിച്ച് ചെയ്യരുത്. ദെൻ ആ പേഷ്യന്റിന്റെ അടുത്ത് എന്തെങ്കിലും മാരകമായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അത് എടുത്ത് മാറ്റി നമ്മൾ അവർക്ക് മാക്സിമം സേഫ് ആയിട്ടുള്ള ഒരു ചുറ്റുപാട് ഉറപ്പുവരുത്തുക. Then next point, prevent the biting of the tongue by inserting a spoon wrapped in a handkerchief near the back teeth when the jaws are relaxed. ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ അവരുടെ വായില് നാക്ക് കൊണ്ട് അവര് കൂട്ടിക്കടിക്കാതിരിക്കാൻ, നാക്ക് പല്ലുകൾ ഉപയോഗിച്ച് കൂട്ടിക്കടിക്കാതിരിക്കാൻ എന്ത് ചെയ്യുക, ഒരു സ്പൂണില് ഹാൻഡ് കർച്ചീഫ് റാപ്പ് ചെയ്തിട്ട് താഴ്ഭാഗത്തെ പല്ലിലേക്ക് ബാക്ക് ടീത്ത് താഴ്ഭാഗത്തുനിന്ന് അകത്തേക്ക് ഉള്ളിലേക്ക് ആ സ്പൂണ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആ സമയത്ത് നമ്മളുടെ താടിയലുകൾ റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്താണ് അത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. So in convulsion, the first point we want to make sure that the patient is under control and do not use any force to stop these convulsions or shivering. Then remove the objects around him. Any harmful objects are there, if any harmful objects are there, just remove those objects and make a clear surface for the patient. Then make sure that he's not biting his tongue and with his teeth. So in case of any situation is coming like that, what the first aider want to do is just wrap a spoon in handkerchief and place it on back teeth when the jaws are relaxed. Then next point is wipe the foam with from the mouth. വായിൽ നിന്ന് വരുന്ന നുരയും പതയൊക്കെ എന്ത് ചെയ്യാം, നന്നായിട്ട് തുടച്ചു കൊടുക്കുക. Follow the general rules for treating an unconscious patient. ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യന്റിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ആ റൂൾസ് ഇവിടെയും ഫോളോ ചെയ്യുക. വാച്ച് ഫോർ റിക്കറൻസ് ഇഫ് എനി. ഡു നോട്ട് ലീവ് ദി പേഷ്യന്റ് അൺടിൽ യു ആർ sure that he is aware of his surroundings. Advise the patient to see a doctor soon. എന്നിട്ട് അത് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതേപോലെ പേഷ്യന്റിന് അത് സ്ഥിരകാല ബോധത്തിലേക്ക് വന്നു അല്ലെങ്കിൽ നോർമൽ ആയി എന്ന് മനസ്സിലാക്കാതെ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അതേപോലെ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് നല്ല അഡ്വൈസ് കൊടുക്കുക. So I think you got clear idea about these points. No need to discuss in more detail. ആർക്കെങ്കിലും ഇത് ക്ലിയർ ആവാത്തതുണ്ടോ? Is it clear? Do I need to repeat? Just please raise your hand. Your mic is muted. No, it's clear. Okay. So, may I continue? Okay. So we will continue. Now the next point or the next type of treatment we are giving for extensive burns. നല്ല ഒരു പൊള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. Okay. So now we are going to discuss about extensive burns. First point means keep the patient quiet and reassure him. അവരെ ശാന്തരായി സമാധാനത്തോടു കൂടി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. Wrap him up in a clean cloth. നല്ല വൃത്തിയുള്ള തുണി വെച്ചിട്ട് വട്ടം പൊതിയ റാപ്പ് ചെയ്യുക. Then do not remove adhering particles of charred clothing. എന്ത് ചെയ്യാൻ പാടില്ല, ദേഹത്ത് ആ സമയത്ത് ഇട്ടിരുന്ന ഡ്രസ്സ് കത്തിക്കരിഞ്ഞ ചിലപ്പോൾ ഡ്രസ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് എന്താ പറയുന്നത് എന്തെങ്കിലും മറ്റ് ഓർണമെന്റ്സ് എന്താണോ ഉള്ളത് അത് നമ്മൾ ആ സമയത്ത് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കരുത്. Cover the burnt area with a sterile or clean dressing and bandage. ഈ പൊള്ളലുണ്ടായ സ്ഥലത്ത് നല്ല വൃത്തിയുള്ള ഒരു നല്ല ഡ്രസ്സിങ് കൊടുക്കാനോ അല്ലെങ്കിൽ
സ്റ്റെറൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണുവിമുക്തമായത്, ആ രീതിയിലുള്ള നല്ലൊരു ബാൻഡേജ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുമെങ്കിൽ നന്നായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. In case of burns that covers a large part of the body, cover the area with a clean sheet or towel. ഇനി ശരീരത്തിന്റെ ഒരുവിധം നന്നായിട്ട് തന്നെ പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നല്ലൊരു ക്ലീൻ ഷീറ്റ് വെച്ചിട്ടോ ടവല് വെച്ചിട്ടോ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. കീപ് ദി പേഷ്യന്റ് വാം ബട്ട് ഡു നോട്ട് ഓവർ ഹീറ്റ്. അവർക്ക് ഒരു ചെറിയ ശരീരത്തിന്റെ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ചൂട് മതി. അതെന്ത് ചെയ്യാൻ പാടില്ല, ഓവറായിട്ട് അവരുടെ ശരീരത്തിൽ ചൂട് കൊടുക്കുന്നതാവരുത്. ഇഫ് ദ ഹാൻഡ്സ് ആർ ഇൻവോൾവ്, കീപ് ദം എബവ് ദി ലെവൽ ഓഫ് ദി വിക്ടിംസ് ഹാർട്ട്. ഇനി കൈകൾക്കാണ് പൊള്ളലേറ്റെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ ചെസ്റ്റ് പോർഷൻ, നെഞ്ചിന്റെ മുകളിലായിട്ട്, ഹാർട്ടിന് മുകളിലായിട്ട് കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് ഒന്ന് കുറച്ചു നേരം വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. കീപ് ബേൺഡ് ഫീറ്റ് ഓർ ലെഗ്സ് എലിവേറ്റഡ്. അതേപോലെ ഇനി കാലുകൾക്കാണ് പൊള്ളലേറ്റെങ്കിൽ എന്ത് ചെയ്യാം, അതും ഉയർത്തി വെക്കുക. എലിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് ഒന്ന് പൊക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇഫ് ദി വിക്ടിംസ് ഫേസ് ഈസ് ബേൺഡ്, ഇനി മുഖത്താണ് പൊള്ളലേറ്റെങ്കിലോ, സിറ്റ് ഓർ പ്രൂവ് ഹിം ബാക്ക് him up and keep him under continuous observation for breathing difficulty. അതെ, അവരെ ഒന്ന് നേരെ ഇരുത്തിയിട്ട് ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുത്തിയിട്ട് എന്ത് ചെയ്യാം, അവർക്ക് നന്നായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും ശ്വാസപരമായ തടസ്സങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. If respiratory problem develop, an open airway should be maintained. എന്തെങ്കിലും ശ്വാസതടസ്സമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട്, അല്ലെങ്കിൽ അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പൺ എയർവേ നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഡു നോട്ട് ഇമേഴ്സ് ദി എക്സ്റ്റെൻസീവ് ബേൺഡ് ഏരിയ or apply ice water over it because cold may intensify the shock reaction. ഇനി ആ ഒരു ബേൺഡ് പൊള്ളലേറ്റ സ്ഥലത്ത് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഡു നോട്ട് ഇമേഴ്സ്, വെള്ളത്തിൽ മുക്കി പിടിക്കാനോ അല്ലെങ്കിൽ ഐസ് വാട്ടർ ഒന്നും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം അത് ഈ ഷോക്ക് റിയാക്ഷന്റെ ആഘാതം കൂട്ടുന്നതിന് മാത്രമേ ഉപകരിക്കുള്ളൂ. However, a cold pack may be applied to the face or hands or feet. നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ മുഖത്തോ കൈകളിലോ ഒക്കെ നമുക്ക് ചെറുതായിട്ട് ഐസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് കോൾഡ് പാക്ക് ചെയ്യാം. അതേസമയം എന്ത് ചെയ്യാൻ പാടില്ല, ഐസ് വാട്ടറിലൊന്നും മുക്കി പിടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ചെറുതായിട്ട് ഒരു കോൾഡ് ഫീലിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്യാം, കോൾഡ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡു നോട്ട് ഓപ്പൺ ദി ബ്ലിസ്റ്റേഴ്സ് ഓൺ ദി വിക്ടിംസ് സ്കിൻ. ആ സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്തെങ്കിലും പൊള്ളലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, അതൊന്നും നമ്മൾ കീറി മുറിച്ചോ അല്ലെങ്കിൽ പറിച്ചു മാറ്റാനൊന്നും വേണ്ടിയിട്ട് നോക്കാൻ പാടില്ല. ട്രീറ്റ് ഫോർ ഷോക്ക്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ആ ഷോക്കിന് എന്താണോ അവർക്ക് പറ്റിയിരിക്കുന്നത് അതിന് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. റിമൂവ് ക്വിക്ലി ഫ്രം ദി ബോഡി എനിത്തിങ് of constricting nature like rings, bangles, belts and boots. If this is not done early, it may be difficult later on as the limbs begin to swell. ഇനി ശരീരത്തിൽ എന്തെങ്കിലും നമ്മൾ ഓൾറെഡി പറഞ്ഞതൊന്നും വലിച്ചു പറിച്ച് അല്ലെങ്കിൽ തീ പിടിച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് വലിച്ചൂരാൻ വേണ്ടിയിട്ട് നോക്കരുത്. അതേസമയം നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ അതൊന്ന് ഊരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും റിങ്സോ ബാംഗിൾസോ ബെൽറ്റോ ബൂട്ടോ ചെരുപ്പോ ബെൽറ്റോ വളകളോ മോതിരോ കമ്മലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഊരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കാരണം സ്വെല്ലിംഗ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പിന്നീട് മുറിച്ചെടുക്കേണ്ടിയൊക്കെ വരും. അപ്പൊ അതിൽ കാരണം നീര് വെച്ച് വീർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇത് ഊരാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ഊരാൻ വേണ്ടിയിട്ട് റിമൂവ് ക്വിക്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നേരത്തെ നമ്മൾ കണ്ട പോയിന്റിൽ അവർ പറഞ്ഞത് പിടിച്ചു വലിച്ച്, അതായത് ഇപ്പൊ അത് കരിഞ്ഞു തുടങ്ങിയൊക്കെ ആണെങ്കിൽ വേഗം നമ്മുടെ ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കരുത്, മെല്ലെ അത് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. If medical help or trained personnel cannot reach the scene for an hour or more and the victim is conscious and not vomiting, give him a weak solution of salt and soda at home and en route to the hospital. Allow him to sleep slowly. ഇനി എന്താ പറയുന്നത്, നമുക്ക് പെട്ടെന്ന് ഒരു മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ട്രെയിൻഡ് പേഴ്സണിന് വിക്ടിമിന്റെ അടുത്ത് പെട്ടെന്ന് എത്താൻ സാധിച്ചില്ലെങ്കിൽ ചെയ്യേണ്ടത് നമ്മൾ നോട്ട് വോമിറ്റിംഗ്, ഇവര് വിക്ടിം കോൺഷ്യസ് ആണ്, അതേപോലെ ഛർദ്ദിക്കുന്നില്ലെങ്കിൽ നോട്ട് വോമിറ്റിംഗ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു വീക്ക് സോൾട്ട് സോഡ സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ശ്രദ്ധിക്കുക, അതിന്റെ അളവാണ് എഴുതിയിരിക്കുന്നത്. 1 level teaspoon of salt and half a level teaspoon of baking soda to each quart of water.
നെയ്തർ ഹോട്ട് നോട്ട് കോൾഡ്. ചൂടും അല്ല തണുപ്പല്ല. നമ്മൾ പച്ചവെള്ളം എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിൽ എന്ത് ചെയ്യാം, ഇത് ഒരു ലെവൽ ടീസ്പൂൺ ഫുള്ള് സോൾട്ട് ആണെങ്കിൽ ഹാഫ് എ ലെവൽ ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് സോഡ എടുക്കുക, 1/4 ഭാഗം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക വീട്ടിലാണെങ്കിൽ. ആൻഡ് റൺ ടു ദി ഹോസ്പിറ്റൽ. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അലോ ഹിം ടു സ്ലിപ്പ് സ്ലോലി. എന്നിട്ട് മെല്ലെ മെല്ലെ നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ചെറിയ കാൽവെപ്പുകൾ വെക്കാൻ വേണ്ടിയിട്ട്. Then give about 4 to 5 ounces to an adult over a period of 15 minutes, 2 ounces to a child between 1 and 12 years of age, and 1 ounce to an infant below 1 year. ഇത് ഓരോരുത്തർക്കും എന്തോരം അളവിലാണ് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അഡൽറ്റിനാണെങ്കിൽ, അതായത് ഒരു മുതിർന്ന പൗരനാണെങ്കിൽ എന്ത് ചെയ്യാം, 4 to 5 ounces വരെ കൊടുക്കാം, 15 മിനിറ്റിനുള്ളിലായിട്ട് കൊടുക്കാം. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ, അതായത് 1 വയസ്സിന്റെയും 12 വയസ്സിന്റെ ഇടയിലുള്ള മക്കൾക്കാണെങ്കിൽ 2 ounce വരെ കൊടുക്കാം. ഇനി ഇൻഫൻസ് ആണെങ്കിൽ, അതായത് ബിലോ 1 year ആണെങ്കിൽ എന്ത് ചെയ്യാം, 1 ounce ആണ് കൊടുക്കേണ്ടത്. ഡിസ്കണ്ടിന്യൂ ദി ഫ്ലൂയിഡ് ഇഫ് വോമിറ്റിംഗ് occurs. ഛർദ്ദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്കിത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഈ ഫ്ലൂയിഡ് കൊടുക്കണമെന്ന് നിർബന്ധം ഇല്ല. ഡു നോട്ട് അപ്ലൈ ഓയിൽമെന്റ്സ്, ഗ്രീസ് ഓർ എനി അതർ മെറ്റീരിയൽ ഓവർ ദി വൂണ്ട്. ഈ പൊള്ളൽ മൂലം ഉണ്ടായ മുറിവുകളിലേക്ക് എന്തൊന്നും അപ്ലൈ ചെയ്യരുത്, ഓയിൽമെന്റ് അപ്ലൈ ചെയ്യരുത്, ഗ്രീസ് അപ്ലൈ ചെയ്യരുത്, മെറ്റീരിയൽ മറ്റു സാധനങ്ങളൊന്നും നമ്മൾ അപ്ലൈ ചെയ്യരുത്. ഇപ്പൊ നമ്മൾ കേൾക്കാറുണ്ട്, ഉടനെ തന്നെ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുവാണ്, നമുക്കൊരു പൊള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രവണതയാണ് ഒന്നില്ലെങ്കിൽ ഉപ്പ് തേക്കുക, അല്ലെങ്കിൽ മഞ്ഞൾ തേക്കുക, അല്ലെങ്കിൽ തേൻ തേക്കുക. ഇപ്പൊ ഉള്ള പഠിത്തങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പറയുന്നതാണ് ഇതൊന്നും ഉപയോഗിക്കരുത്. ഇതെല്ലാം നമ്മളുടെ ആ ഒരു ഉണ്ടായ പൊള്ളലിന്റെ ആഘാതം കൂട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എക്സ്റ്റെൻസീവ് ബേൺസിനെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് മൈനർ ബേൺസ് ആൻഡ് സ്കാൽസ്. ചെറിയ രീതിയിലുള്ള പൊള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ക്ലീൻ ദി ഏരിയ ജെന്റ്ലി വിത്ത് ക്ലീൻ വാട്ടർ. നല്ല ക്ലീൻ വാട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ദെൻ സെക്കൻഡ് പോയിന്റ്, submerge the burnt area in cold water. ഒന്ന് ചെറുതായിട്ട് തണുത്ത വെള്ളത്തിൽ മുക്കി പിടിക്കുക. Do not apply cotton wool directly over the burnt area. എന്ത് ചെയ്യാൻ പാടില്ല, നമുക്കറിയാം പഞ്ഞിയൊന്നും നേരിട്ട് ഈ പൊള്ളിയ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ കോട്ടൺ വൂള്, കോട്ടൺ ആയിട്ടുള്ള നേരിട്ട് വെക്കരുത്. അല്ലെങ്കിൽ നമ്മൾ പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു, നമുക്കൊക്കെ പെട്ടെന്ന് ബിറ്റാഡിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മരുന്നൊക്കെ തൂത്തിട്ട് പഞ്ഞി വെച്ച് കെട്ടി കവർ ചെയ്ത് വെക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്യരുത്. ഡു നോട്ട് അപ്ലൈ എനി ഗ്രീസി സബ്സ്റ്റൻസ്. ഗ്രീസി ആയിട്ടുള്ള സബ്സ്റ്റൻസുകളൊന്നും അവിടെ അപ്ലൈ ചെയ്യരുത്. ഗീവ് ദി പേഷ്യന്റ് വാം ഡ്രിങ്ക്സ്. ചെറിയ ചൂടുവെള്ളം അല്ലെങ്കിൽ ചെറിയ ചൂടിലുള്ള കാര്യങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് കുറച്ചു നേരം തണുത്ത വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ചെറിയ ചൂടുള്ള സാധനങ്ങൾ കൊടുക്കുക, കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഉപ്പ്, മഞ്ഞള്, തേന് അല്ലെങ്കിൽ ഗ്രീസി ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ലെങ്കിൽ ഓയിൽമെന്റുകളൊന്നും അപ്ലൈ ചെയ്യരുത്. Then next we are going to discuss about chemical burns. ഇപ്പോ നമ്മൾ പറഞ്ഞ നോർമൽ ബേൺസിനെ കുറിച്ച് പറഞ്ഞു, എക്സ്റ്റെൻസീവ് ബേൺസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് സ്കാൽപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൊള്ളൽ. ഇപ്പൊ സപ്പോസ് നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ മെഴുകുതിരിയുടെ ഭാഗത്ത് നമുക്ക് ചെറിയൊരു പൊള്ളലേറ്റു, അങ്ങനെയുള്ളത്. ഇനി കെമിക്കൽ ബേൺസ്, അതായത് കെമിക്കലിൽ പലതരത്തിലുള്ള ബേൺസ് ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം ഈ പടക്കം അല്ലെങ്കിൽ ഫയർ ക്രാക്കേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഉണ്ടാവുന്ന ബേൺസ് ഉണ്ട്. പിന്നെ നമ്മൾ ലാബിൽ ഉപയോഗിക്കുമ്പോൾ വരുന്ന ബേൺസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ വരുന്നത് കെമിക്കൽ ബേൺസിനകത്താണ്. കെമിക്കൽ ബേൺസിലെ പോയിന്റ്സ്: wash off the chemicals with a large quantity of water by using a shower or hose if available as quickly as possible. ഇങ്ങനെ ഒരു കെമിക്കൽ ബേൺ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താ ചെയ്യേണ്ടത്, ഒരു പൈപ്പിന്റെ അടിയിലോ ഷവറിന്റെ അടിയിലോ കാണിച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ആ ഏരിയ നന്നായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഉടനെ തന്നെ ചെയ്യേണ്ടതാണ്, ആ ഭാഗം ഫുള്ള് നന്നായിട്ട് കഴുകുക.
ദിസ് ഫ്ലഡിംഗ് വിത്ത് വാട്ടർ വിൽ വാഷ് അവേ മച്ച് ഓഫ് ഇറിറ്റൻസ്. കാരണം നമുക്കറിയാം ഈ കെമിക്കൽ ബേൺസിലൊക്കെ ധാരാളം നമുക്ക് അലർജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന ടൈപ്പ്, ചിലപ്പോൾ കണ്ണിനായിരിക്കാം, മൂക്കിനായിരിക്കാം, കൈകൾക്ക് പുകച്ചിലായിരിക്കാം, അങ്ങനെ പല ടൈപ്പ് ഇറിറ്റേഷൻസ് നമുക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഈ കെമിക്കൽ ഉണ്ട്, ഓരോ ടൈപ്പിലും ഉണ്ട്. അപ്പൊ അത് വേഗം കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആവശ്യത്തിലധികം വെള്ളം ഒഴിച്ചൊഴിച്ച് അല്ലെങ്കിൽ പൈപ്പിന്റെ അടിയിലോ ഷവറിന്റെ അടിയിലോ ഓസിന്റെ അടിയിലൊക്കെ കാണിച്ചിട്ട് നമ്മൾ മാക്സിമം ഇത് കഴുകി കളയുന്നത്. ദെൻ കട്ട് ഔട്ട്സ് കണ്ടാമിനേറ്റഡ് ക്ലോത്തിങ്, എവിടെയാണോ മുറിഞ്ഞിരിക്കുന്ന ആ ഭാഗത്തുള്ള അല്ലെങ്കിൽ അത് ഈ കെമിക്കല് ടച്ച് ചെയ്ത ഭാഗത്തുള്ള ക്ലോത്ത് ഒക്കെ കട്ട് ഔട്ട് ചെയ്ത് കളയാം, മുറിച്ച് കളയാം. ഡു നോട്ട് ടച്ച് ദി ബേൺഡ് ഏരിയ, എവിടെയാണോ നമുക്ക് പൊള്ളലേറ്റത് ആ ഭാഗത്ത് ടച്ച് ചെയ്യരുത്. ദെൻ ട്രീറ്റ് ഫോർ ബേൺസ്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ പൊള്ളലിന് ശുശ്രൂഷ നൽകുക. പൊള്ളലിന്റെ ഇന്റൻസിറ്റി നോക്കിയിട്ട് വലുതാണോ ചെറുതാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇലക്ട്രിക് ഷോക്ക്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ഇവിടെ കൊടുത്തേക്കുന്നത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആണ്. ആരും ഇതിന്റെ പ്രത്യേകിച്ച് നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്ത് പഠിക്കണം എന്നില്ല. ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അത് മാത്രം എക്സാമിന് നോട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. Then next point is electric shock. If the patient is still in contact with a source of current, switch off source of current. നമുക്കറിയാം നമ്മളിത് എപ്പോഴും ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ രക്ഷിക്കാൻ ചെല്ലുന്ന സമയത്തും അവര് അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യാം, മെയിൻ പവറോ മെയിൻ സ്വിച്ചോ ഓഫ് ചെയ്യാം. അവർക്ക് ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ മെയിൻ പവർ അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം. ദിസ് ഷുഡ് ബി ഡൺ വിത്ത് റെസ്ക്യൂർ സ്റ്റാൻഡിങ് ഓൺ എ ഡ്രൈ പീസ് ഓഫ് വുഡൻ ബോർഡ്. രക്ഷിക്കാൻ പോകുന്ന ആൾ എന്ത് ചെയ്യണം, ഒരു വുഡൻ പീസ് അല്ലെങ്കിൽ മരത്തിന്റെ തടിയിൽ, ഉണങ്ങിയ മരത്തടിയിലോ അല്ലെങ്കിൽ നല്ല സ്ലിപ്പേഴ്സ് ഒക്കെ ഇട്ടിട്ട് വേണം, റബ്ബർ ചെരുപ്പൊക്കെ ഇട്ടിട്ട് വേണം, അതായത് നമ്മൾക്ക് ആ ഇലക്ട്രിക് ഷോക്ക് ഏക്കാത്ത രീതിയിൽ വേണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോവാൻ. ഡു നോട്ട് യൂസ് എ പെയർ ഓഫ് സിസേഴ്സ് ഓർ നൈഫ് ടു കട്ട് ദി വയർ. ആ സമയത്ത് വയർ ഒന്നും മുറിക്കരുത്, കാരണം അതിലൂടെ നമ്മളുടെ ദേഹത്തേക്ക് എന്ത് ചെയ്യാം, രക്ഷിക്കാൻ ചെന്ന ആളുടെ ദേഹത്തേക്ക് ഇലക്ട്രിക് ഷോക്ക് പാസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതിന് അങ്ങനെ കണ്ടക്ട് ചെയ്യാനായിട്ട്, അതായത് ഈ ഷോക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. വെൻ ദ കറന്റ് ഈസ് ലോ, is of low voltage, then the rescuer should stand on an insulated material that is dry. ലോ വോൾട്ടേജ് ഉള്ള ഇതിലാണ് സമയത്താണെങ്കിൽ എന്ത് ചെയ്യാം, ഈ രക്ഷിക്കാൻ പോകുന്ന ആള് ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് വേണം ഈ രക്ഷാപ്രവർത്തനം ചെയ്യാൻ. അതായത് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഡ്രൈ പീസ് ഓഫ് വുഡ് ആവാം, അല്ലെങ്കിൽ നനയാത്ത വെള്ളം പറ്റാത്ത ചെരുപ്പാകാം, അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണം. റബ്ബർ ഗ്ലൗസ് ആണെങ്കിൽ അത് അവൈലബിൾ ആണെങ്കിൽ അതായത് അതേപോലെ തന്നെയാണ് നമ്മൾ റബ്ബർ ചെരുപ്പ് ഇടുന്നതും. ഡ്രൈ ക്ലോത്തിങ് ലൈക്ക് എ കോട്ട് ഓർ എ ഫോൾഡഡ് ന്യൂസ് പേപ്പർ മേ ഗിവ് സം പ്രൊട്ടക്ഷൻ. അതേപോലെ ഡ്രൈ ഫോൾഡഡ് ന്യൂസ് പേപ്പർ നമ്മൾ കാലിന്റെ അടിയിലാണെങ്കിലും കയ്യിലാണെങ്കിലും ഒക്കെ നല്ല ചുരുട്ടി കുറച്ചധികം കട്ടിയില് ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അത് കയറി നിൽക്കുക, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അവരുടെ കോണ്ടാക്ട് ഇലക്ട്രിക് കോണ്ടാക്ട് ആയിട്ടുള്ള ഭാഗത്ത് അടിച്ച് അവരെ വീഴ്ത്തുക, അങ്ങനെയൊക്കെ ചെയ്യുക. അതേപോലെ ഒരു മരക്കമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ സിനിമയിലൊക്കെ ഇത് പലതവണ കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഷോക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ സെക്കൻഡ് പോയിന്റ്, വെൻ ദി കറന്റ് ഈസ് ഓഫ് ഹൈ വോൾട്ടേജ്. ഇനി ഹൈ വോൾട്ടേജിലാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. Though the patient may not be even in contact with the wire as the current pass through the gas causing an arc, the rescuer should keep away as far as possible. നമ്മൾ ദൂരെ നിന്നിട്ട് വേണം എന്തെങ്കിലും രക്ഷാപ്രവർത്തനം ചെയ്യാനായിട്ട്. കാരണം പേഷ്യന്റ് ചിലപ്പോ ആ കറണ്ട് ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ ആയിരിക്കണം എന്നില്ല, അതിലൂടെ പാസ് ചെയ്തു പോയ ഒരു ജസ്റ്റ് ഒരു കണക്ഷനിലായിരിക്കണം പേഷ്യന്റിന് അല്ലെങ്കിൽ വിക്ടിമിന് ഷോക്ക് ഏറ്റിരിക്കുന്നത്. അപ്പോ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്, നമ്മൾ റെസ്ക്യൂവർ എത്രത്തോളം ദൂരെ നിന്നാണോ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അത്രത്തോളം ദൂരെ നിന്നിട്ട് വേണം, കാരണം ഹൈ വോൾട്ടേജ് ആണ് അതിലൂടെ പാസ് ചെയ്തു പോകുന്ന കറണ്ടിന്. ദ പേഷ്യന്റ് ഷുഡ് ബി ഡ്രാഗ്ഡ് ഔട്ട് യൂസിങ് എ നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ ലൈക്ക് എ വുഡൻ വാക്കിംഗ് സ്റ്റിക്, ഡ്രൈ ബാംബു പോൾ, വുഡൻ പ്ലാങ്ക് ഓർ ഡ്രൈ റോപ്പ്. പിന്നെ അതിനുശേഷം അവിടെ ഇവരെ രക്ഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നല്ല വടിയൊക്കെ എടുത്തിട്ട് അടിക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രിക് ഷോക്കിന്റെ ആഘാതത്തിൽ അവര് താഴെ വീഴും. അതിനുശേഷം അവരെ പുറത്തേക്ക്, അതായത് ഈ ഹൈ വോൾട്ടേജ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുവന്നതിന് ശേഷം, വലിക്കേണ്ടത് എങ്ങനെയാണ്, നല്ലൊരു വുഡൻ വാക്കിംഗ് സ്റ്റിക്കോ ഡ്രൈ ബാംബു പോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അവരെ മാക്സിമം വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ട് വേണം അവർക്ക് വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാൻ. അല്ലാതെ നമ്മൾ ഓടി അതിന്റെ അകത്തേക്ക് കയറിയിട്ടല്ല ചെയ്യേണ്ടത്. Then if the patient is not breathing properly or the heart has stopped breathing, give artificial respiration and external cardiac massage. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മളുടെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനും കാർഡിയാക് മസാജിന്റെ പോർഷൻസ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇലക്ട്രിക് ഷോക്ക് പറ്റിയ ഒരാൾക്ക് പെട്ടെന്ന് ശ്വാസ തടസ്സം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവർക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക, അതേപോലെ കാർഡിയാക് മസാജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. ദെൻ ട്രീറ്റ് ഫോർ ഷോക്ക്, അതിനുശേഷം അവർക്ക് ഷോക്കിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. ദെൻ ബേൺ, പൊള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. ട്രാൻസ്ഫർ ദി പേഷ്യന്റ് ടു എ ഹോസ്പിറ്റൽ ആസ് സൂൺ ആസ് പോസിബിൾ, ഉടനെ തന്നെ അവരൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം മൈൽഡ് ഇഞ്ചുറീസിൽ കാര്യത്തിലാണെങ്കിൽ പോലും പേഷ്യന്റ് റിക്കവർ ആവുന്നുണ്ട് എന്ന് നമ്മൾ നോക്കി, അല്ലെങ്കിൽ ആ സ്റ്റെപ്പുകളെല്ലാം ഒരു കറക്റ്റ് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി ഇതെല്ലാം ഓക്കെ ആണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മൾ അയാൾ ബാക്ക് ടു നോർമൽ ലൈഫ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഈ ചാപ്റ്ററിലെ ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫ്രാക്ചർ ആണ്. അപ്പൊ ഇത് ക്ലിയർ ആയോ? ഇത്രയും പോർഷൻസ് ക്ലിയർ ആയോ? ഇപ്പൊ നമ്മള് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അല്ലെങ്കിൽ കാർഡിയാക് മസാജ് ഒക്കെ കൊടുക്കുന്നത് ഈ ഓരോരോ സ്റ്റെപ്പിൽ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് ആദ്യമേ പഠിച്ചത്. അപ്പൊ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ പഠിച്ചു, കാർഡിയാക് മസാജ് പഠിച്ചു, ഇനി അത് ഷോക്ക്, കൺവെൻഷൻ, വൂണ്ട്, ദെൻ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലും എങ്ങനെയാണ് അത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓരോ അസുഖത്തിനും എങ്ങനത്തെ രീതിയിലാണ് നമ്മളത് ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. Okay, so now we are moving to the next topic and that is fracture. ഒരു ഒടിവ്, ചതവ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് റിക്വയർഡ് ഫോർ ദി പേഷ്യന്റ്. ആദ്യമേ തന്നെ ഒരു ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രിവെന്റ് ഫർദർ ഡാമേജ്, ഇനി മറ്റു ഒടിവും ചതവൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദെൻ ടു റെഡ്യൂസ് പെയിൻ, അവരുടെ പെയിൻ ഭാഗത്തുള്ള വേദന കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദെൻ ടു മേക്ക് ദി പേഷ്യന്റ് ഫീൽ കംഫർട്ടബിൾ, അവരൊരു കംഫർട്ടബിൾ സോണിലാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ടു ഗെറ്റ് മെഡിക്കൽ എയ്ഡ് ആസ് സൂൺ ആസ് പോസിബിൾ, ഒരു മെഡിക്കൽ എയ്ഡ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ ശ്രദ്ധിക്കുക. ഫ്രാക്ചേഴ്സ് ഓഫൺ ഒക്കറിംഗ് അലോങ് വിത്ത് അതർ ഇഞ്ചുറീസ്, ചിലപ്പോൾ മറ്റു മുറിവുകളുടെ കൂടെയും ഓക്കെ. ഇനി ഫസ്റ്റ് എയ്ഡ് വന്ന് അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് എയ്ഡ്, ഫ്രാക്ചറിനുള്ള ഫസ്റ്റ് എയ്ഡുകളാണ് പറയുന്നത്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി മറ്റു ഒടിവ്, ചതവ്, മുറിവൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അവർക്ക് വേദന കുറയുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ശ്രദ്ധ തിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേദന കുറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവരൊരു കംഫർട്ടബിൾ സോണിലാണ് ഇരിക്കുന്നതെന്ന് അവരെ ഒന്ന് മേക്ക് ഫീൽ, അവർക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കി കൊടുക്കുക. ദെൻ ഗെറ്റ് മെഡിക്കൽ എയ്ഡ് ആസ് സൂൺ ആസ് പോസിബിൾ, ഉടനെ തന്നെ അവർക്ക് മെഡിക്കൽ ഹെൽപ്പ് അല്ലെങ്കിൽ മെഡിക്കൽ എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഫ്രാക്ചേഴ്സ് ഓഫൺ ഒക്കർ അലോങ് വിത്ത് അതർ ഇഞ്ചുറീസ്, ഫ്രാക്ചറിനൊപ്പം നമുക്ക് അറിയാൻ മിക്കവാറും മറ്റ് ഇഞ്ചുറീസ് കൂടെ സംഭവിക്കാറുണ്ട്. കാരണം ഫ്രാക്ചർ എപ്പോഴാണ്, എങ്ങനെയാണ് കൂടുതൽ വരുന്നത്, നമ്മൾ ഒന്നുമില്ലെങ്കിൽ വീണോ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഇടിച്ചോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളുടെ എല്ലുകളൊക്കെ ഒടിയുക, അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്. സോ ദി റെസ്ക്യൂവർ മസ്റ്റ് അസസ് ഫോർ അതർ ഇഞ്ചുറീസ് ആൻഡ് ഡിസൈഡ് വിച്ച് ഓഫ് ദം റിക്വയർ കെയർ ഓൺ പ്രയോറിറ്റി. എന്നിട്ട് നമ്മൾ മറ്റ് ഇഞ്ചുറീസ് കൂടെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് നോക്കുക. അതിനുശേഷം ഏതിനാണോ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ചെയ്യേണ്ടത് ആ അസുഖം അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചുറിക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അതിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ്സ് ആദ്യം ചെയ്യുക. ഹെവി ബ്ലീഡിംഗ് റിക്വയർസ് പ്രയോറിറ്റി കെയർ ഓവർ എ ഫ്രാക്ചർ, നല്ല ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. If there is no danger to life, then temporary attention to the fracture is often sufficient. പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ആയിട്ട് അല്ലെങ്കിൽ ടെമ്പററി, താൽക്കാലികമായിട്ട് ഫ്രാക്ചറിന് കൊടുക്കുന്ന ആ ഒരു ശ്രദ്ധ കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഹാൻഡിൽ ദി പേഷ്യന്റ് വെരി ജെന്റ്ലി, അവോയ്ഡ് ഓൾ അൺനെസസറി മൂവ്മെന്റ്, അവരെ വളരെ സോഫ്റ്റ് ആയിട്ട് മെല്ലെ പതുക്കെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും അധികം മൂവ് ചെയ്യിപ്പിക്കുന്നത് ഒഴിവാക്കുക. ട്രീറ്റ് ഫോർ ഷോക്ക് ഈസ് പ്രസന്റ്, ഷോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അവരൊരു ഷോക്കിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഷോക്ക് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
അതിന് വേണ്ടിയിട്ട് ഉടനെ തന്നെ ട്രീറ്റ് ചെയ്യാം. ഇഫ് ദ ബ്രോക്കൺ എൻഡ്സ് ഓഫ് ദി ബോൺസ് ഷോ ഔട്ട്, ഡു നോട്ട് വാഷ് ഔട്ട് ദി വൂണ്ട് ഓർ അപ്ലൈ ആന്റിസെപ്റ്റിക്സ് ടു ദി എൻഡ് ഓഫ് ദി ബോൺ. ചിലപ്പോൾ നമ്മൾ പറയാറില്ല എല്ല് തുളച്ച് പുറത്തേക്ക് വന്നു എന്നൊക്കെ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എല്ലുകൾക്കൊക്കെ ഒടിവോ ചതവോ ഒടിഞ്ഞിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ആ സ്ഥലത്ത് നമ്മൾ വാഷ് ചെയ്യരുത്. അതേപോലെ നമ്മളായിട്ട് അവിടെ മരുന്നുകളൊന്നും അപ്ലൈ ചെയ്യരുത്. ഡു നോട്ട് ഹാൻഡിൽ ദി ഫ്രാക്ചർ അൺനെസസറിലി. വെറുതെ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒടിഞ്ഞ ഭാഗത്തെ അനക്കരുത്. നെവർ അറ്റംപ്റ്റ് ടു ദി ഫ്രാക്ചർ ഓർ ബ്രിങ് ടു ദി ബോൺസ് ടു നോർമൽ പൊസിഷൻ. നമ്മൾ ഒരിക്കലും ആ ഫ്രാക്ചർ നടന്ന സ്ഥലത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ആവശ്യമില്ലാതെ നമ്മൾ എന്തെങ്കിലും ആ ഒരു സ്ഥലത്ത് നമ്മളായിട്ട് ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. അതേപോലെ ഇപ്പൊ എല്ലൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുത്ത് നോർമൽ പൊസിഷനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. അത് നമുക്ക് ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടേഴ്സിന്റെ ഹെൽപ്പോട് കൂടി മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ദെൻ സ്റ്റെബിലൈസ് ആൻഡ് സപ്പോർട്ട് ദി ഇഞ്ചേർഡ് പാർട്ട് സോ ദാറ്റ് നോ മൂവ്മെന്റ് ഈസ് പോസിബിൾ. അവിടെ മാക്സിമം അവർക്ക് സ്റ്റെബിലൈസ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുത്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആ ഭാഗത്തിന്. ഇനി അതും കൂടുതൽ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് അങ്ങനെ മൂവ് ചെയ്യാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവാതെയോ അല്ലെങ്കിൽ കൂടുതൽ ഒടിയാതെയോ ചതയാതെയൊക്കെ മറ്റു മുറിവുകൾ ഉണ്ടാകാതെ സംരക്ഷിക്കാൻ പറ്റുന്നത്. ഇമ്മൊബിലൈസ് ദി ഫ്രാക്ചർ ഏരിയ ആൻഡ് ദി ജോയിന്റ്സ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഫ്രാക്ചർ സൈറ്റ് ബൈ യൂസിങ് ബാൻഡേജ് ഓർ ബൈ യൂസിങ് സ്പ്ലിൻസ് wherever അവൈലബിൾ. അതേപോലെ ഈ നമുക്ക് ഒടിവുണ്ടായ സ്ഥലം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കരുതെന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ എന്ത് ചെയ്യുക, ബാൻഡേജ് ഉപയോഗിക്കുക, സ്പ്ലിൻസ് ഉപയോഗിക്കുക. ഇതൊക്കെ അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഒരു ബലപ്രയോഗോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അത് കയ്യൊക്കെ അനക്കി മറ്റൊരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാതെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ദി റെസ്ക്യൂവർ ഈസ് ഫെമിലിയർ വിത്ത് ദി യൂസ് ഓഫ് ബാൻഡേജ് ആൻഡ് സ്പ്ലിൻസ്. ഈ ബാൻഡേജും സ്പ്ലിൻസ് ഒക്കെ ഉപയോഗിച്ച് റെസ്ക്യൂറിന് നല്ല പരിചയം ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, നമ്മൾ അവർക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അതായത് ട്രെയിനറിന് നല്ല പരിചയം വേണം. സ്പ്ലിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ സപ്പോർട്ട് കൊടുക്കാവില്ല, തടിത്തുണ്ട്, അതായത് മരത്തിൽ ചിലപ്പോൾ ഒരു വി പോലെ ഇരിക്കുന്ന പൊസിഷനൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയും. അപ്പൊ അതൊക്കെയാണ് സ്പ്ലിന്റ് എന്ന് പറയുന്നത്. അതേപോലെ പിന്നെ നമ്മൾ പറഞ്ഞത് ബാൻഡേജ്, കൈക്ക് ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ കഴുത്തിലേക്ക് ഇടുന്ന കണ്ടിട്ടുണ്ട്. കൈയാണ് ഒടിഞ്ഞെങ്കിൽ അതേപോലെ കാലിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെന്താണോ അവൈലബിൾ ആയിട്ടുള്ള ഏത് പൊസിഷനിലാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്താണെന്നുള്ളതാണ്. ഇത് എല്ലാ സ്കൂളിലും അല്ലെങ്കിൽ എല്ലാ വീട്ടിലും തന്നെ വേണ്ട ഒരു കാര്യമാണ്. ദി ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഷുഡ് ബി ആസ് പെർ ദി പ്രൊവിഷൻസ് അണ്ടർ ദി സ്റ്റേറ്റ് ഫാക്ടറി റൂൾസ്. അതിന്റെ SFR അതിന്റെ കീഴിലായിരിക്കണം എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറയുന്നത്. ദി ഐറ്റംസ് ലിസ്റ്റഡ് ഇൻ ദി റൂൾസ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ ബോക്സ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ ബസ്സിലും അല്ലെങ്കിൽ ചില മിക്ക വണ്ടികളിലും എന്തുണ്ട്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അതായത് ഉടനെ എന്തെങ്കിലും ഒരു ചെറിയൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാലോ, അപകടം വലുതും ആയിക്കോട്ടെ ചെറുതും ആയിക്കോട്ടെ, കൊടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ്സ് ഉടനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അതിൽ വെക്കുന്നത്. പീരിയോഡിക് ഇൻസ്പെക്ഷൻ ആൻഡ് മേ ബി procurement of the item should be ensured. അത് കറക്റ്റ് ആയിട്ട് ഡേറ്റ് കഴിഞ്ഞ് പോവാത്തതാണെന്നും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നതാണെന്നൊക്കെ ഉറപ്പ് വരുത്തി ആ ഐറ്റംസിന്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഇപ്പോ ഇത്രയാണ് നമ്മളുടെ ഈ ചാപ്റ്ററിലെ പോർഷൻസ് വരുന്നത്. ഇന്ന് എടുത്ത ഭാഗം എല്ലാവർക്കും ക്ലിയർ ആണോ? എനിക്ക് തോന്നുന്നു ഇതെല്ലാം നമ്മളുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലൊന്നും ഇന്ന് നമുക്ക് പോർഷൻസ് ഉണ്ടായിരുന്നില്ല. എല്ലാം സിമ്പിൾ ആണ്. നമ്മൾ ഡെയിലി ലൈഫിൽ മീറ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അത് ഞങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു ഫോർമാറ്റിൽ എഴുതി ഞങ്ങളുടെ ബുക്കിൽ റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. അപ്പോ ഇത് ക്ലിയർ അല്ലേ? എനിക്ക് നിങ്ങൾ മെസ്സേജ്, ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്. അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളുടെ ക്ലാസ് ഇപ്പൊ കട്ടാകും. ക്ലിയർ ആണ്? ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് ഓക്കെ അല്ലേ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. അപ്പൊ ഇതില്
ഓക്കെ ഓക്കെ. സോ ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൺസേൺഡ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ അസോസിയേഷനായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്ന ഓഫീസേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. അവര്